മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പ്രതിസന്ധി അന്വേഷിച്ച വിദഗ്ധ സമിതി ഇന്ന് റിപ്പോർട്ട് നൽകും. വിവിധ വകുപ്പ് മേധാവികളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളടക്കം ഉൾപ്പെടുത്തിയായിരിക്കും ആരോഗ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകുക. ഉപകരണങ്ങൾ വാങ്ങുന്ന കാര്യത്തിലടക്കമുള്ള നൂലാമാലകൾ ലഘൂകരിക്കണം എന്ന പരാമർശം റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചന. സലിം മാലിക് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലിം, ഗുഡ് മോർണിംഗ്. ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ സലീം? ഗുഡ് മോർണിംഗ് ഉന്മേഷ് ക്രിസ്റ്റീന. ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിൽ ചില ഗുരുതരമായ പരാമർശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഈ ഹാരിസ് ചിറക്കൽ തുറന്നു പറഞ്ഞ കാര്യങ്ങളിൽ പലതും വസ്തുതയാണ് എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പല വകുപ്പ് മേധാവികളിൽ നിന്നും സംസാരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള നൂലാമാലകൾ നിലനിൽക്കുന്നുണ്ട്. അത് ഏത് നിലയിൽ പരിഹരിക്കണമെന്ന ചില നിർദ്ദേശങ്ങൾ കൂടി റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതൊരു പ്രാഥമിക റിപ്പോർട്ടാണ്. 3 ദിവസം മുൻപാണ് ഈ സമിതി, ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു അന്വേഷണം ആരംഭിച്ചത്. പ്രാഥമിക റിപ്പോർട്ടിന് പിന്നാലെ 6 ദിവസത്തിനുള്ളിൽ തന്നെ പൂർണ്ണ റിപ്പോർട്ട് കൂടി സമർപ്പിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കൂടി കടക്കും എന്നുള്ളതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മുഴുവൻ വകുപ്പ് മേധാവികളുമായും ഈ സംഘം സംസാരിച്ചു, വിദഗ്ധ സമിതി സംസാരിച്ചു. അതിനുശേഷം എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർ നേരിടുന്നത് എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. മാത്രമല്ല, ചില രോഗികളിൽ നിന്നും ചില ചികിത്സ മുടങ്ങിയ ഈ ശസ്ത്രക്രിയ മാറ്റിവെച്ച രോഗികളോടും ഇവർ സംസാരിച്ചിട്ടുണ്ട്, അവരുടെ ബന്ധുക്കളോടും സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഏത് സാഹചര്യത്തിലാണ് ശസ്ത്രക്രിയ മാറ്റിവെക്കുന്നത് എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിച്ച അറിയിപ്പ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും ഇവർ ശേഖരിച്ചിട്ടുണ്ട്. നിലവിൽ ഈ വിവാദത്തിന് തുടക്കമിട്ടത് ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിയുടെ ഒരു തുറന്നുപറച്ചിലാണ്. ഫേസ്ബുക്കിലൂടെ എഴുതിയ തുറന്നുപറച്ചിലിൽ നടപടി ഉണ്ടാകും എന്നുള്ളൊരു സൂചനയായിരുന്നു ആദ്യഘട്ടത്തിൽ ലഭിച്ചിരുന്നത്. പിന്നീട് ഹാരിസ് ഡോക്ടർക്ക് വലിയ പിന്തുണ സമൂഹത്തിൽ നിന്ന് ലഭിച്ചതോടുകൂടി ആരോഗ്യവകുപ്പ് അതിൽ നിന്ന് പിന്നോട്ട് പോയതാണ്. നിലവിൽ വിദഗ്ധ സമിതി ഏതെങ്കിലും നിലയിലുള്ള നടപടിക്ക് ശുപാർശ ചെയ്തിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ആരോഗ്യവകുപ്പ് ഏത് നിലയിൽ നടപടിയിലേക്ക് കടക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത കുറവുണ്ട്. കാരണം ഈ ഡോക്ടർ ചെയ്തത് തെറ്റല്ല എന്ന നിലയിലായിരുന്നു വളരെ പോസിറ്റീവായി ആരോഗ്യമന്ത്രി ആ വിഷയത്തിൽ ആ വിമർശനത്തെ പിന്നീട് കണ്ടെങ്കിലും ഇന്നലെ മുഖ്യമന്ത്രി രൂക്ഷമായ ഭാഷയിൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ വിമർശിച്ചിരുന്നു. നല്ല ഉദ്യോഗസ്ഥനാണ്, അഴിമതി പുരളാത്ത ഉദ്യോഗസ്ഥനാണ്, പക്ഷേ അദ്ദേഹം ചെയ്തത് ഈ സർക്കാരിനെ അടിക്കാൻ കാത്തു നിൽക്കുന്നവർക്ക് വടി നൽകുന്ന സമീപനമാണ് എന്നതുൾപ്പെടെയുള്ള വലിയ വിമർശനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു അച്ചടക്ക നടപടിയിലേക്കോ ഏതെങ്കിലും തലത്തിലുള്ള വകുപ്പ് തല നടപടിയിലേക്കോ കടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. എന്തായാലും ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം അതിലെ ഉള്ളടക്കം സംബന്ധിച്ച പൂർണ്ണ വിവരം പുറത്തു വരും. അതിനുശേഷമാകും മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ എത്ര വലിയ ആഴത്തിലുള്ള പ്രതിസന്ധിയാണ് എന്നുള്ള കാര്യത്തിലും വ്യക്തത വരിക. ഉന്മേഷ് ക്രിസ്റ്റീന. ശരി, സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.